ഓം ശാന്തി. ഒരിക്കൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ രണ്ട് സാധകന്മാർ ജീവിച്ചിരുന്നു. അതിൽ ഒരാളുടെ പേര് ദീപക് എന്നും മറ്റാളുടെ പേര് ദർപ്പൺ എന്നാണ്. ആ രണ്ടു പേരും മറ്റുള്ള ആത്മാക്കളുടെ മറ്റുള്ള ആളുകളുടെ സേവനം ചെയ്യാൻ വളരെ താല്പര്യവും കാണിച്ചിരുന്നു. രണ്ടുപേരും സേവാധാരികളാണ്. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ടായി. അത് ദീപക് ആണെങ്കിൽ ഓരോ ദിവസവും ഗ്രാമത്തിലെ ആളുകളെ കുറിച്ച് അവൻ എപ്പോഴും ചിന്തിക്കും. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സ്നേഹം, ധൈര്യം എല്ലാം പകർന്നു കൊടുക്കും. സേവനത്തിന്റെ സന്ദേശങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും. ആരെങ്കിലും തന്റെ ദുഃഖം പറഞ്ഞാൽ അവർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സാന്ത്വനപ്പെടുത്തും. അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അവരുടെ ഗുണങ്ങളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഓരോ ആത്മാവിലെയും ആ നന്മ കാണാനും അതിനെ ഉണർത്തിക്കൊടുക്കുവാനുമാണ് ദീപക് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ദർപ്പണിന്റെ മനോഭാവം മറ്റൊന്നായിരുന്നു. അവൻ കൂടുതൽ സമയം ധ്യാനത്തിലിരിക്കും. സ്വയത്തിന്റെ ഉള്ളിലേക്ക് നോക്കി സ്വയത്തെ അപഗ്രഥിക്കും. മായയുടെ പല രൂപങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടിയിരിക്കും. തൻ്റെ വിചാരങ്ങൾ, തൻ്റെ വാക്ക്, തൻ്റെ കർമ്മം എല്ലാം നിരന്തരം ശ്രദ്ധ കൊടുത്ത് ചെയ്തു. ഒരു സങ്കല്പം പോലും മോശമാകരുത്, കർമ്മം ശ്രേഷ്ഠമായിരിക്കണം, അതെല്ലാം നല്ല ശ്രദ്ധ കൊടുത്ത് ഒരു തരത്തിലുള്ള നകാരാത്മക പ്രവണതകളും അതിൽ പ്രവേശിക്കാൻ പാടില്ല എന്നവൻ നിഷ്കർഷിച്ചിരുന്നു. ദർപ്പൺ കരുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ ശക്തിശാലിയാക്കാനുള്ള മാർഗം അത് നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി വരികയാണ്. അപ്പോൾ ആ സന്യാസി ചോദിച്ചു, നിങ്ങൾ രണ്ടു പേരിൽ ആരാണ് യഥാർത്ഥ സാധകൻ, നല്ല സാധകൻ? ഇത് കേട്ടപ്പോ ഗ്രാമത്തിലെ ആളുകൾ ആവപ്പാട് ഭ്രമിച്ചു പോയി. രണ്ടുപേരും നല്ലവരല്ല, എങ്ങനെ അവരെ കമ്പയർ ചെയ്ത് പറയുക? അപ്പോ ശരിക്കും ഒരാള് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, മറ്റൊരാള് പരിവർത്തനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇത് കേട്ടിട്ട് ആ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദീപക് ശുഭചിന്തകനാണ്. അവൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്നു. അവരുടെ ജിജ്ഞാസ, അവരുടെ ശക്തി ഇതൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ആ ദർപ്പണാണെങ്കിലോ സ്വചിന്തകനാണ്. ആ സ്വചിന്തകനായ ദർപ്പൺ സ്വയം മായയിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ശക്തികളെ സുരക്ഷിതമാക്കി വയ്ക്കുന്നു. വാസ്തവത്തിൽ ഇത് രണ്ടും ആവശ്യമാണ്. ഒരു സമൂഹത്തിൽ സേവാധാരിയായിരിക്കുമ്പോൾ ദീപകിനെ പോലെ ശുഭചിന്തകനും അതേപോലെ ദർപ്പണിനെ പോലെ സ്വചിന്തകനുമായിരിക്കണം. ഇത് രണ്ടും കൈക്ക് കൈപിടിച്ച് പാരലായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ആത്മാവ് സശക്തപ്പെടുകയും അതിലൂടെ പ്രത്യക്ഷത ഉണ്ടാക്കുവാനും സാധിക്കും. സന്യാസിയുടെ വാക്ക് കേട്ട അന്ന് മുതൽ രണ്ടുപേരും, ദീപകും ദർപ്പണും, ഒന്നിച്ചിട്ട് സേവ ചെയ്യാൻ തുടങ്ങി. അതായത് ആത്മാവിന്റെ സേവ, ഈ രണ്ട് ഗുണങ്ങളും ഒന്നിച്ച് ചെയ്യാൻ തുടങ്ങി. ദീപക് എന്ത് ചെയ്തു? ബാഹ്യമുള്ള പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു. ദർപ്പണം എന്ത് ചെയ്തു? അകത്തെ ശക്തിശാലിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഗ്രാമം അത്രയും പ്രകാശപൂരിതമായ സ്ഥലമായി മാറി. അർത്ഥം ഇതാണ്: ആത്മാവാകുന്ന നമ്മൾ നമ്മുടെ ആന്തരിക ലോകത്തെ, ആത്മീയ ലോകത്തെ, നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമെങ്കിൽ ദീപകിനെ പോലെ അതുപോലെ ദർപ്പണിനെ പോലെ രണ്ട് ഗുണങ്ങളും നമ്മൾ കൊണ്ടുവരും. ദീപകിനെ പോലെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ പ്രതി ശുഭചിന്തകനായിരിക്കുകയും വേണം. ദർപ്പണിനെ പോലെ സ്വയത്തെ പ്രതി സ്വചിന്തകനാകുകയും വേണം. ഇത് രണ്ടും ബാലൻസിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ കഴിയും. രണ്ടുപേരും ഒന്നിച്ച് സേവ തുടങ്ങും. അതിന് ശിവബാബ നമുക്ക് നൽകുന്ന വരദാനമാണ് പ്രത്യക്ഷതയുടെ സമയത്തെ സമീപത്തിലേക്ക് കൊണ്ടുവരുന്ന സദാ ശുഭചിന്തകനും സ്വചിന്തകനുമായി ഭവിക്കൂ. നമ്മൾ ചെയ്യുന്ന സേവനം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ,
ആ സേവനത്തിലെ സഫലതയുടെ ആധാരം എന്ന് പറയുന്നത് ശുഭചിന്തക വൃത്തിയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ വൃത്തി ആത്മാക്കൾക്ക് ഗ്രഹണശക്തി അല്ലെങ്കിൽ ജിജ്ഞാസയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ള ആത്മാക്കളിലും ശക്തി വർദ്ധിപ്പിക്കുകയാണ്. അതുള്ള ഗുണം എന്താണ്? നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വാക്കിന്റെ സേവ സഹജമായി തന്നെ സഫലമാകും. അതോടൊപ്പം തന്നെ സ്വയത്തെ പ്രതി സ്വചിന്തനം ചെയ്യുന്ന ആത്മാക്കൾ സദാ മായാപ്രൂഫ് ആയിരിക്കും. ഒരു തരത്തിലുള്ള ബലഹീനതകളും അവരെ സ്പർശിക്കില്ല. വ്യക്തി, വൈഭവം, ആകർഷണം ഇതിൻ്റെ എല്ലാം ഉപരിയായി ഒരു പ്രൂഫായിട്ട് അവർ മാറുന്നു. അതുകൊണ്ട് ഈ രണ്ട് വരദാനങ്ങളെ നമ്മൾ പ്രാക്ടിക്കൽ ജീവിതത്തിൽ കൊണ്ടുവരൂ. അപ്പോൾ പ്രത്യക്ഷയുടെ സമയം സമീപത്തിലെത്തും. ഈ വരദാനം നമ്മളെ പഠിപ്പിക്കുന്നത് 1 ശുഭചിന്തകനാകൂ, 2 സ്വചിന്തനശീലനാകൂ, 3 ശുഭചിന്തക വൃത്തിയുടെ പ്രഭാവം എന്ന വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് വെൽ വിഷിംഗ് നേച്ചർ. പിന്നെ അടുത്തൊരു പോയിന്റ് സ്വചിന്തക ആത്മാവിന്റെ ശക്തി എന്താണ്? 2 വരദാനങ്ങളെ പ്രാക്ടിക്കൽ കൊണ്ടുവരും. ഇതിലൂടെ നമുക്ക് പ്രത്യക്ഷയുടെ സമീപത്തെ അല്ലെങ്കിൽ പ്രത്യക്ഷയുടെ സമയത്തെ സമീപത്തിൽ കൊണ്ടുവരാം. ഓം ശാന്തി.